തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രത്തിന് സമീപത്ത് സ്ത്രീകൾ വസ്ത്രം മാറുന്ന മുറിയിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ച കേസിൽ 2 പേർ പിടിയിൽ. പുതുക്കോട്ട സ്വദേശിയായ യുവതിയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ രാമേശ്വരം ക്ഷേത്രത്തിന് സമീപത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ രാമേശ്വരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അടുത്തൊരു അഗ്നി തീർത്ഥമുണ്ട്. ഇവിടെ പുണ്യസ്നാനമൊക്കെ ചെയ്തതിനു ശേഷമാണ് ആളുകൾ ഇവിടെ നിന്ന് മടങ്ങാറ്. ഈ ക്ഷേത്രത്തിൽ എത്തുന്നവരൊക്കെ ഇവിടെ സ്നാനം ചെയ്യാറുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത് ഇതുപോലെ സ്ഥാപിച്ചിട്ടുള്ള ചില മുറികളുണ്ട്. ഇത് സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ചിട്ടുള്ള മുറികളാണ്. അവിടെ എത്തി വസ്ത്രം മാറിയാണ് ഇവർ പിന്നീട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്നലെ വസ്ത്രം മാറാൻ കയറിയ പുതുക്കോട്ട സ്വദേശിയായ യുവതിയാണ് ഇതുപോലെ സ്ഥാപിച്ചിട്ടുള്ള ഒരു മുറിയിൽ രഹസ്യ ക്യാമറയുണ്ട് എന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ആ സ്ത്രീ തൻ്റെ കുടുംബക്കാർക്ക് ഈ വിവരം അറിയിച്ചു. ഉടൻ പോലീസ് എത്തി അവിടെ പരിശോധന നടത്തിയപ്പോൾ ഇതുപോലെ തന്നെ മറ്റ് 2 മുറികളിൽ കൂടി രഹസ്യ ക്യാമറ ഉണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ കടയുടെ ഉടമ രാജേഷും ഒപ്പം തന്നെ ഇവിടെയുള്ളൊരു ജീവനക്കാരി മീരയും, ഇവർ 2 പേരുമാണ് ഇപ്പോൾ അറസ്റ്റിലായത്. സംഭവം എന്തായാലും പോലീസ് ഇവിടെ മറ്റ് എല്ലാ മുറികളിലും പരിശോധന നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ നിരവധി മുറികൾ ഇങ്ങനെ വസ്ത്രം മാറാനായി അവിടെ ഡ്രസ്സിംഗ് റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിശ്ചിത തുക നൽകി കഴിഞ്ഞാൽ അവർക്ക് വസ്ത്രം മാറി തിരിച്ചു വരാൻ പറ്റും. പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഈ മുറികളൊക്കെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും നിലവിൽ ഇന്ന് രാവിലെയും ഒക്കെ ഇവിടെ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ ഈ കേസിലെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൈൽ, ശരി, വല്ലാത്ത കഷ്ടമാണ് ഇത്തരം സംഭവങ്ങളൊക്കെ. എന്തായാലും 2 പേർ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്.